ഓ ഓക്കെ സെറ്റ്. ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ ചാനലിലൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സ്ക്വിഷി പ്ലാസ്റ്റിക് കവർ കൊണ്ട് സ്ക്വിഷി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഏത് സൈസിലായാലും പ്ലാസ്റ്റിക് കവർ കുഴപ്പമില്ല കേട്ടോ, എങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല. പ്ലാസ്റ്റിക് കവർ കിട്ടിയാൽ മതി. ഇനി വേണ്ടത് കുറച്ച് പഞ്ഞിയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര സൈസ് വേണോ അത്രയും പഞ്ഞി എടുക്കാം. എനിക്കിപ്പോൾ 2 എണ്ണം ഉണ്ടല്ലോ ഓൾറെഡി. അപ്പം ഇനി മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെറിയ പ്ലാസ്റ്റിക് എടുത്തത്. നിങ്ങൾക്ക് എത്ര പ്ലാസ്റ്റിക് വേണമെങ്കിലും എടുക്കാം. മീൻസ് എത്ര സൈസിൽ വേണോ അത്രയും. വലുത് വേണമെങ്കിൽ വലിയ പ്ലാസ്റ്റിക് കവർ എടുക്കാം, ചെറുത് വേണമെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവർ എടുക്കാം. ഞാൻ ഇപ്പോൾ കൈ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഈ പ്ലാസ്റ്റിക് കവറാണ് കിട്ടിയത്. അപ്പോൾ അതല്ലാതെ വേറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിൽ സ്റ്റഫിങ്സ് നടക്കാം, അതായത് പഞ്ഞി നടക്കാം. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കുറച്ച് നോയ്സി ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക ഗൈസ്. ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് എവിടെയാണോ ഇവിടെ അല്ലേ, എന്നിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ഫില്ലായി കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് നിർത്തി വിചാരിക്കുക. ഇവിടെ വരെയുള്ള ഫില്ലായത്. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ആ ഭാഗത്തൊന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇതേപോലെ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് പീച്ച് വെക്കുന്നത്. ഇപ്പം തന്നെ നല്ല ഇതായി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, കത്രിക വേണം. കത്രിക കൊണ്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കത്രിക കിട്ടിയിട്ടുണ്ട്. കത്രിക കണ്ടുപിടിക്കാൻ കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട്. എവിടേക്കോ കൊണ്ടുപോയി ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ കത്രിക. ഇനി നമുക്ക് ഇതേമാതിരി ഒന്ന് ചുരുട്ടി കൊടുത്ത ഭാഗമില്ല, ആ ഭാഗത്തിൽ ഇതൊന്നും വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് കിട്ടിയത്. എല്ലാ വീട്ടിലും തോന്നുന്ന പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ട്. എൻ്റെ അമ്മ, ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേമാതിരി ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ വീട്ടിൽ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ടേപ്പ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതേപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഒരു വീട്ടിലൊക്കെ കിട്ടിയില്ലേ. എനിക്ക് ഇങ്ങനെ കവറിൽ ഇങ്ങനെ വരുന്നോട്ട് ഞാൻ ഈ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പിക്ചർ വരച്ചെടുക്കാം കേട്ടോ. സ്കെച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്കെച്ചാണെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് കിട്ടും. നമുക്ക് ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് സ്കെച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച സ്കെച്ച് കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വരച്ച ഭാഗം ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ
എത്ര നിൽക്കിയാലും ഇവിടുത്തെ ഇങ്ക് പോകില്ല. അപ്പോൾ കണ്ട ഇങ്ക് പോയത്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇങ്ക് പോകാറില്ല. സോ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ബട്ട് എനിക്ക് ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അറിയാലോ, ഞാൻ അപ്പോൾ ചെയ്ത് കൊടുക്കണില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പിങ്ക് കളർ സ്കെച്ച് അല്ലെങ്കിൽ പീച്ച് കളർ സ്കെച്ച് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. മീൻസ് ബ്ലഷൊക്കെ വേണ്ടേ. ബ്ലഷും കൂടി ചെയ്ത് കൊടുക്കാം. മഴ എന്ന് പറയുമ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളവിടെ പേരും മഴയാണ്. മഴ നാറിയതേ ഉള്ളൂ. എൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ വരും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ സാധനം ഉള്ള സെറ്റാണ്. നിങ്ങൾക്കിവിടെ ടേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബട്ട് എനിക്ക് ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കണില്ല. അത് ടേപ്പ് ഇല്ലാത്തവർ ഇത് ഡ്രൈ ആയിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഈ ഇങ്കൊന്നും പോകില്ല. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. പോരാത്തതിന് ഭയങ്കര ഈസിയാണ്. പിന്നെ കാണാൻ വളരെ ക്യൂട്ടുമാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ ആയിരിക്കും. ബൈ.